ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വീട് ആക്രമിക്കാൻ പാഞ്ഞെടുത്ത ആനയെ നാട്ടുകാർ ബഹളം വെച്ച് ഓടിച്ചു. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഈ കാട്ടാന ആക്രമിച്ചുവെന്നും കാന്തല്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ അപൂർവമല്ലാത്ത കാഴ്ചകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലും ജനവാസ മേഖലയിലൊക്കെ കാട്ടാന സ്വൈരവികാരം നടത്തുന്ന റിപ്പോർട്ടുകൾ. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിരന്തരമായിട്ട് കാട്ടാന ആക്രമണത്തിന്റെ, കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന്റെ വാർത്തകൾ നമ്മൾ തന്നെ കൊടുക്കുകയുമാണ്. ഇതിപ്പോൾ കാന്തല്ലൂരിലാണ് ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ആക്രമിച്ചു. മാത്രമല്ല 300 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലൂടെ ഈ കാട്ടാന ഓടുകയും ചെയ്തു. വീടുകൾക്ക് നേരെ പാഞ്ഞെടുത്തതോടുകൂടി ആളുകൾ ആനയെ ബഹളം വെച്ച് ഓടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ള പരാതി കഴിഞ്ഞ 2 മാസമായി നാട്ടുകാർ ഉന്നയിക്കുന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം വനം വകുപ്പിന്റെ 35 ജീവനക്കാരെ, മറയൂർ മേഖലയിൽ മറയൂർ ഡിവിഷനിലെ 35 ജീവനക്കാരെ ഒരുമിച്ച് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായി വന്നിരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ആ കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടിവരും. അതിന്റെ ഒരു പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിരിക്കാം ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ശല്യം രൂക്ഷമാകാൻ കാരണമെന്നാണ് ഒരു വിലയിരുത്തൽ കൂടി വന്നിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. അത് അടിയന്തരമായി വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.